ഫിലിമിലേക്ക് ഈ സെൻസർ ബോർഡ് റിലേറ്റഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് ചർച്ചയാകുന്നുണ്ട്. മാം ഒരു ഫിലിം മേക്കറും കൂടെയാണ്. അപ്പോൾ മാം തന്നെ പാട്ടായിട്ടുള്ള ജനനായകൻ ഒരുപാട് സെൻസർ ബോർഡിലൂടെ കടന്നു പോവുകയാണ്. ശരിക്കും എന്താ മാമിൻ്റെ ഒരു സ്റ്റാൻഡ് അതിനകത്ത്? കാരണം മാം നാളെ സിനിമ എടുക്കുമ്പോഴും അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോഴും വിത്ത് റെസ്പെക്ട് ടു സെൻസർ ബോർഡ് സിനിമ ഉണ്ടാക്കേണ്ട ഒരു സ്കീമുണ്ടോ ശരിക്കും? ഇതിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഒരു ക്രിയേറ്റീവ് ഫ്രീഡം വേണം എന്നൊരു ഭാഗം. വേറൊന്ന് റെസ്പോൺസിബിൾ ഫിലിം മേക്കിംഗ്. സോ ഈ രണ്ടിലും തോന്നുമ്പോൾ ഐ ഫീൽ ദാറ്റ് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് കറക്റ്റ് ഫോർ അസ് ആൻഡ് അത് വെച്ചിട്ട് ഒരു സിനിമ എടുക്കാം. ഞാനാണെങ്കിൽ അങ്ങനെയാണ് എടുക്കുക. പക്ഷെ ചിലപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ കേട്ടോ, എനിക്ക് തോന്നുന്നത് ചില വയലൻസും ചില കാര്യങ്ങളും ഈ കുറച്ച് ഓവർ ബോർഡായിട്ട് നമ്മൾ പോകുന്നുണ്ട് സിനിമയിൽ. ദാറ്റ് ഡസൻറ്റ് മീൻ റിയൽ ലൈഫിൽ അങ്ങനെ ഇല്ല എന്നല്ല. റിയൽ ലൈഫിൽ ഇരിക്കുന്ന വയലൻസും കാര്യങ്ങളും കുറേയും കൂടി മോശമാണ്. ബട്ട് സംഹൗ ഐ ഡോണ്ട് വാണ്ട് ടു സീ ദ ഹീറോസ് ദറ്റ് ഐ ലൈക്ക് ഡൂയിങ് സർട്ടൻ തിങ്സ്. അവിടെ ഇൻഡിവിജ്വലി ഐ ഫീൽ we have to, it's a give and take between censor board and filmmakers. ജനനായകന്റെ ഇഷ്യൂല് മാമിന് ആക്ച്വലി എന്തെങ്കിലും കോണ്ടാക്ട് അങ്ങനെ ചെയ്തിരുന്നു പ്രൊഡക്ഷൻ ആയിട്ട്? ഇതിൽ ഇല്ല. എനിക്ക് ഞാൻ ആ പടം മുഴുവനും കണ്ടിട്ടില്ല. ഞാൻ അതിൽ 2 സീനേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഫുൾ പടം കണ്ടിട്ടില്ല. ജനനായകൻ ഇറങ്ങുന്നതോട് കൂടി തന്നെ കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം ഇറങ്ങുന്നതിന് ഭയങ്കര വിമർശനം വരുന്നുണ്ട്. അതിലെന്താ ആരും തടയുന്നില്ല, ജനനായകൻ മാത്രമാണ് റിലീസ് ഇങ്ങനെ തടഞ്ഞു വെക്കുന്നു എന്ന രീതിയിൽ പ്രേക്ഷകരുടെ പ്രതികരണം മാം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് എന്താണ് പറയുക? ഞാനത് കണ്ടിട്ടില്ല, ജനനായകൻ കണ്ടിട്ടില്ല. എന്താണ് അതിനുള്ള യുനോ സെൻസർ ബോർഡിനുള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല ശരിക്കും. ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇതൊരു യുനോ this is between the filmmakers, the producers, censor board and a bit of politics. So എല്ലാം കൂടി ചേരുമ്പോൾ എനിക്കത് ഫുള്ളായിട്ട് അറിയാണ്ട് പറയാൻ പ്രശ്നമാണ്, പറ്റില്ല. ജഡ്ജാണ്. അപ്പോൾ ഇതിൽ എവിഡൻസിനാണ് പ്രാധാന്യം. അപ്പോൾ ഒരു ജഡ്ജിനെ സ്ത്രീ കൂടിയാണ് ഇതിലൊരു റേപ്പ് സീനാണ് തോന്നിയത്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് മാർഗങ്ങൾ സംഭവിക്കുകയാണ്. സ്ത്രീയായിരുന്ന ഒരു ജഡ്ജിക്ക് എന്ത് മാനസികാവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് എന്താണ് മാഡം പറയാനുള്ളത്? നല്ല ചോദ്യമാണ്, താങ്ക് യു. ബിക്കോസ് അത് ഞാൻ ആദ്യമായിട്ടാണ് ജഡ്ജായിട്ട് അഭിനയിക്കുന്നത്. സോ ഒരു 4 ദിവസം എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതേ ചെയറിലാണ് ഞാൻ ഇരുന്നത്. ആ ജഡ്ജ് അവിടെ നിന്ന് പുറത്തുള്ള സീൻസ് ഒന്നുമില്ല, ബിക്കോസ് കോർട്ട് റൂം ആണല്ലോ. സോ ആ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഷോട്ട്സ് ഇല്ലാത്തപ്പോഴും ഞാൻ ഒരുപാട് ആലോചിച്ചു. യുനോ ഇറ്റ് ഈസ് വെരി ടഫ്. ഞങ്ങളുടെ സീൻസൊക്കെ ഞങ്ങൾ വായിക്കുമ്പോൾ ഇറ്റ്സ് എ വെരി ടഫ് തിങ്. ബിക്കോസ് പ്രോസിക്യൂഷൻ ഒന്ന് പറയുന്നു, ഡിഫൻസ് ഒന്ന് പറയുന്നു. ജഡ്ജിന് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കാൻ യു ഹാവ് ടു ഹാവ് എവിഡൻസ് ആൻഡ് പ്രൂഫ് ഉണ്ടായാലേ നമുക്ക് അതിന് കേസ്. പക്ഷെ പലപ്പോഴും ഇന്ത്യയിൽ മാത്രമല്ല മറ്റേ പല ജഡ്ജ്മെൻറ്റ്സും കുറച്ച് ഡീവിയേറ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആ ജഡ്ജിൻ്റെ ഒരു എന്താ പറയുക, അവരുടെ ഒരുപാട് പഠിച്ചിട്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടും ചെയ്ത കാര്യങ്ങളാണ്. സോ ഐ തിങ്ക് ഒരു ജഡ്ജ്മെൻറ്റ് കൊടുക്കുന്നത് ഇസ് എ വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് സ്ത്രീ പുരുഷനല്ല, എന്നെ സംബന്ധിച്ചോളം ജഡ്ജ് ഇസ് എ ജഡ്ജ്. അതിൽ ജെൻഡർ അത്രയ്ക്കും വേ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചില കോസസിൽ ചില വിറ്റ്നസ്സസ് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഇമോഷണൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. മാമിന് ഈ വിധി പറയുമ്പോഴേ ഇവരെ തൂക്കിക്കൊല്ലണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു? ഐ മീൻ പിന്നെയും ഞാൻ പറയുന്നത്, വി കനോട്ട് സ്റ്റോപ്പ് തിങ്സ് വിത്ത് വയലൻസ്. ഓക്കെ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വി ഹാവ് ടു ഫൈൻഡ്. ഇപ്പോൾ 1-2 സമയത്തിൽ ആ ഹൈദരാബാദിൻ്റെ പുറത്ത് നടന്ന ഒരു സംഭവത്തിന് അവർ they were all shot എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് I don't know, it was not happiness, because I was also thinking ആ
ഒരാൾ റേപ്പ് ചെയ്ത ഒരാൾ അവനെ കൊന്നു. അവന് ഒരു വൈഫ് ആൻഡ് ചൈൽഡ് ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റോറി ഞാൻ കേട്ടപ്പോൾ ഐ വാസ് സോ അപ്സെറ്റ് ഇമോഷണലി. സോ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അതാണ് ആസ് എ സൊസൈറ്റി വി നീഡ് ടു ഫൈൻഡ് ദാറ്റ്. ആ ഒരു ഗോ ടു ദ ബേസ് ഓഫ് ഇറ്റ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ്. ഈ സെക്ഷുവൽ ഹാരസ്മെൻറ്റിന് കംപ്ലീറ്റ് ഒരു സീറോ ടോളറൻസ് ഉണ്ടാവണം. യു ഷുഡ് നോട്ട്, മാൻ ഓർ വുമൻ, അത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ഇതിൻ്റെയൊക്കെ കാരണം ഈ മാരകമായ ഡ്രഗ്സിൻ്റെ ഒരു ഉപയോഗമാണെന്ന് തോന്നിയിട്ടുണ്ട്. പല കാരണങ്ങളുണ്ട്. ഡ്രഗ്സ് ആയിരിക്കാം, പിന്നെ ദർ ഇസ് ലോട്ട് ഓഫ് ഇപ്പോൾ ഒക്കെ ഒരുപാട് എന്താ വിഷ്വൽ മെറ്റീരിയൽ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഐ ഫീൽ ഇതൊക്കെ എക്സ്ക്യൂസസ് ആണ്. നമ്മൾ ഒരു ബൈ എന്താ പറയുക, ഒരു ഫൗണ്ടേഷൻ നമുക്ക് സ്ട്രോങ് ആണെങ്കിൽ എന്ത് നടന്നാലും ശരി നമ്മൾ മാറില്ല, അല്ലേ? നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ വീട്, അച്ഛൻ തന്ന ഫൗണ്ടേഷൻ, നമ്മുടെ സ്കൂള്, ആ ഒരു 10 വയസ്സിനകം തരുന്ന ഫൗണ്ടേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നും ഐ ഫീൽ ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മാം ഇതിലൊരു ജഡ്ജാണ്. അപ്പോൾ സമൂഹത്തിൽ അതായത് നിൽക്കുന്ന ഒരു വ്യക്തി പ്രതിയായിട്ട് ആരോപിക്കപ്പെടുമ്പോൾ ഒരു കോടതിയിലേക്ക് വരുമ്പോൾ ആ ജഡ്ജി എഴുന്നേറ്റ് നിന്നിട്ട് സമൂഹത്തിൽ ഇപ്പോൾ അല്ല ഈ റീസെൻ്റ്ലി കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ മാമിന് എന്താ പറയണത്? ഒരു ജഡ്ജിയായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തി കോടതിയിലേക്ക് പ്രതിയായി ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തി കോടതിയിലേക്ക് വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ടേ? മാം ജഡ്ജായിട്ട് എന്നെ സംബന്ധിച്ചോളം ഐ ഡോണ്ട് തിങ്ക് സോ. ദ ജഡ്ജ് ഇസ് ടോപ്പ്. അത് ആ ജഡ്ജിൻ്റെ കോർട്ടാണ്, ആ ജഡ്ജിൻ്റെ കോർട്ട് റൂമാണ്. ഷീ ഇസ് ദ ടോപ്പ്. അത് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. എനിക്ക് അതിലൂടെ എനിക്ക് ഒരു എന്താ പറയുക, ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. ആൻഡ് ദി അതർ തിങ് ഇസ് ഒരു ജഡ്ജിൻ്റെ ജഡ്ജ്മെൻറ്റ് അത് ആ ഒരു കേസിൽ മാത്രമല്ല ജഡ്ജ്മെൻറ്റ്. ആ ഒരു ജഡ്ജ്മെൻറ്റ് ഒരു സമുദായത്തിനും ഒരു കംപ്ലീറ്റ് ജനറേഷനും ഉള്ള ഒരു മെസ്സേജ് ആയിരിക്കും ചില കേസസിൽ. സോ ഐ തിങ്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓൺ ദ ജഡ്ജ് ഇസ് വെരി ബിഗ്. I really wish, we have seen some fabulous chief justice and judges നമ്മുടെ കൺട്രിയിൽ. I really wish all judges understand this. അവരുടെ തലയിൽ, അവരുടെ ഷോൾഡറിൽ ഇരിക്കുന്ന ഭയങ്കര ഒരു റെസ്പോൺസിബിൾ ജോബാണ്. ഒരു സമുദായത്തിന് തന്നെ മാറ്റാൻ പറ്റുന്ന, അവരുടെ തിങ്കിങ് മാറ്റാൻ പറ്റുന്ന, ഒരു ജനറേഷൻ്റെ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ ജഡ്ജ്മെൻ്റ് ആയിട്ട് പറയുന്നത്. സോ ഐ തിങ്ക് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഒരു അപ്ഡേഷൻ കൂടെ വരാനുള്ളത് മലയാളത്തിൽ വരാനുള്ള പാട്രിയോട്ടാണ്. അതിനെ